ഹൗ ഇമ്പോർട്ടൻറ്റ് ബ്ലഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലഡ് വർക്ക് ഇല്ലാതെ കേരളത്തിൽ തന്നെ ഒരു ജിമ്മിലും ഉണ്ടെന്ന് തോന്നുന്നില്ല ബ്ലഡ് വർക്ക്. അവരവരുടെ മറ്റേ മെഷീനിൽ ഇത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്നാൽ ഈ സാധനം ഞങ്ങളുടെ ജിമ്മിലില്ല. പിടിച്ച് കുറച്ചു നേരം നിൽക്കുമ്പോഴത്തേക്ക് എല്ലാം മറ്റേ ഫോം ആയിട്ട് വരും. എന്നിട്ട് ഒരു ഇരുത്തിയുള്ള ഒരു സെഷൻ ഉണ്ടല്ലോ, ആ സാധനം ഞങ്ങളുടെ ജിമ്മിലില്ല. ഞങ്ങളുടെ ജിമ്മിൽ വെറുതെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ടെന്ന് വേണ്ടിയിട്ടാണ്. അത് വരുന്നവർക്ക് അറിയില്ല. വരുന്നവരോട് നിങ്ങളുടെ ഇത് കൂടുതലാണ്, ഇത് PT എടുക്കുവാണെങ്കിൽ ഇതിന്റെ ഇത് കുറയുന്നത്. ബിസിനസിന്റെ സൈഡിൽ ഒരു ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടാൻ അത് നല്ലതാണ്. അപ്പോൾ അവർ കയറി ഇന്ന് നോക്കാൻ നേരത്തെ ഇൻബോഡി അനാലിസിസ് മെഷീനാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല ബ്രാൻഡുകളും ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും, ഇത്ര വാട്ടർ വെയിറ്റ് ഉണ്ട്. സാധനം കൊണ്ട് അവർക്ക് ഐഡിയ അല്ല, പിച്ചാ. 100%. പക്ഷേ ആസ് എ ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതിനകത്ത് റിപ്പോർട്ട് കാണാൻ നേരത്താണ് ബോഡി വെയിറ്റ് ഇത്രയുണ്ട്, മസിൽ മാസ് ഇത്രയുണ്ട്, വാട്ടർ വെയിറ്റ് ഇത്രയുണ്ട്. അങ്ങനെ ഒരു എൻ്റയർലി ഒരു ഐഡിയ അവർക്ക് കിട്ടും. ഈവൻ നെക്സ്റ്റ് ഒരു 3 മാസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 12 വീക്സ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞ് എടുത്ത് നോക്കാൻ നേരത്താണ് ചെറിയ ചെറിയ ചേഞ്ചസ് ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഈ പ്രിൻ്റ് എടുത്ത് വെച്ച പേപ്പറാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയാണ് പ്രശ്നം. അപ്പം അങ്ങനെയുള്ള എന്തൊക്കെ ചെയ്യണം ഒരു ബ്ലഡ് വർക്ക്? നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആരാണെങ്കിലും ഇപ്പം ഒരു റുട്ടീൻ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് CBC ചെയ്യണം, ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യണം, കിഡ്നി പ്രൊഫൈൽ ചെയ്യണം, അതേപോലെ തന്നെ തൈറോയിഡ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്, HbA1c, യൂറിക് ആസിഡ്, ഇതെല്ലാം വേണം. കാരണം ചില ആൾക്കാർ വളരെ വളരെ ലീനായിരിക്കും, പക്ഷേ കൊളസ്ട്രോൾ ഉണ്ടാവും. പൊതുവേ ആൾക്കാർ വിചാരിക്കുന്നത് എന്താ, വണ്ണമുള്ള ആളെ കാണുമ്പോഴാണ് പറയുന്നത് എടാ നിനക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ടാവും കേട്ടോ എന്ന്. അങ്ങനെയല്ല. ചില വളരെ ലീനായിട്ടുള്ള ആൾക്കാർ, ഞങ്ങളുടെ കയ്യിൽ എത്ര ബ്ലഡ് റിപ്പോർട്ട് ഉണ്ടെന്ന് അറിയോ, കാണുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. വളരെ ലീനായിട്ടുള്ള ആൾക്കാരായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്കിന്നി ഫാറ്റ് ടൈപ്പ് ആയിരിക്കും. അങ്ങനെ വലിയൊരു മസിൽ വോളിയൊന്നും ഉണ്ടായിരിക്കത്തില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഹെൽത്തിയാണെന്ന് വിചാരിക്കും. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ക്രോണിക് ഡയബറ്റിക് ആയിരിക്കും, ഹൈ കൊളസ്ട്രോൾ ആയിരിക്കും, എല്ലാം മേളിലായിരിക്കും. ഇതിൻ്റെ എല്ലാം കൂടെ വൈറ്റമിൻ ഡി ഇന്ന് 99% ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബ്ലഡ് റിപ്പോർട്ട് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ബ്ലഡ് ചെക്ക് ചെയ്ത് ഇന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ട്, ഈ പ്രശ്നങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് അപ്പോൾ എന്ത് സപ്ലിമെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ഒരു ഹൈ കൊളസ്ട്രോൾ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമുക്ക് ഏത് രീതിയിലുള്ളൊരു ഡയറ്റ് അവർക്ക് കൊടുക്കണം. പ്രീ ഡയബറ്റിക് കണ്ടീഷനിലായിരിക്കും. എന്നാലും നമുക്ക് അപ്പോൾ അങ്ങനെ ഒരാളുടെ ബ്ലഡ് റിപ്പോർട്ട് കിട്ടിയാൽ അറിയാൻ പറ്റുള്ളൂ അയാൾക്ക് എത്ര അളവിൽ നമ്മൾ പ്രോട്ടീൻ കൊടുക്കണം, കാർബ്സ് എങ്ങനെയായിരിക്കണം, മാക്രോസ് എങ്ങനെ സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പോൾ യൂറിക് ആസിഡ് നമുക്കറിയില്ല, ക്ലയൻറ്റിനും അറിയില്ല എനിക്ക് യൂറിക് ആസിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അയാൾ വരുന്നു, അപ്പോൾ അയാൾക്ക് നമ്മൾ കൊടുക്കുമ്പം പ്യൂറിൻസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം, ഇന്ന സാധനങ്ങൾ നിങ്ങൾ ഫുഡിൽ നിന്ന് ഒഴിവാക്കണം, പ്രോട്ടീൻ സോഴ്സുകൾ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഇന്ന പ്രോട്ടീൻ സോഴ്സുകൾ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരാളെ വെറുതെ ഇങ്ങനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു മെഷീനിൽ കയറ്റി എടുത്ത് സ്കാൻ ചെയ്തിട്ടോ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടുതലാണ്, നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണ്. ഒരു ബോഡി അനാലിസിസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു പിക്ചർ കിട്ടും ഈ സാധനത്തിൽ നിന്ന്. കാരണം എനിക്ക് തോന്നുന്നു 90% ആൾക്കാർക്കും ബ്ലഡ് വർക്കിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല. ആരും ചെക്ക് ചെയ്യാറില്ല. എന്തെങ്കിലും അസുഖം വരുമ്പം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പറഞ്ഞ് ചെക്ക് ചെയ്യാം, അല്ലാതെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇപ്പം ഞങ്ങൾ 3 മാസം കൂടുമ്പം ഞങ്ങളുടെ എല്ലാ ക്ലയൻസിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് അവിടെ ഒരു ക്ലിനിക്കുമായിട്ട് ഞങ്ങൾക്ക് ടൈപ്പ് ഉണ്ട്. എല്ലാ 3 മാസം കൂടുമ്പോഴും കാരണം ഞങ്ങൾ 12 വീക്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ബ്ലഡ് ടെസ്റ്റ് എടുക്കും, 12 വീക്സ് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് എടുക്കും. ആ ഒരു ബ്ലഡ് ടെസ്റ്റിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഹാപ്പിനെസ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രമല്ല അവർ പറയും ഇതൊരു 3 മാസം മുമ്പേ തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും വലിയ പ്രശ്നത്തിൽ വന്ന് പെടില്ലായിരുന്നില്ലടാ എന്ന് പറയും. കാരണം അത്രയും സാധനങ്ങൾ അവർക്ക് കുറയും. ടെസ്റ്റോസ്റ്ററോൺ, അതേപോലെ തന്നെ ബ്ലഡ് റിപ്പോർട്ടിനകത്ത് ഏറ്റവും മെയിൻ ഒരു സാധനമാണ് ടെസ്റ്റോസ്റ്ററോൺ. അപ്പോൾ അവർക്കിത് അറിയാൻ പറ്റും. കാര്യം അവരുടെ ഹിപ്പ് റേഷ്യോ, വേസ്റ്റ് റേഷ്യോ ഇപ്പം നമുക്കത് കാണുമെന്ന് പറഞ്ഞാൽ ഒബീസിറ്റി വലിയൊരു കാരണമാണ്, സ്ട്രെസ് ലെവൽ വലിയൊരു കാരണമാണ്. ഇതെല്ലാം ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചില ആൾക്കാർ വരുമ്പോഴേ അവർ പ്രീ ഡയബറ്റിക് കണ്ടീഷനിലായിരിക്കും. 3 മാസം കഴിഞ്ഞ് നോക്കാൻ നേരത്തോടെ HbA1c താഴെ വന്നിട്ടുണ്ടാവും. ആൻഡ് ഒരു മെഡിസിനും ഇല്ല. പക്ഷേ ചില കേസുകൾ ഓൾറെഡി ഡോക്ടറുടെ അടുത്ത് പോയി മെഡിസിൻ എടുക്കുന്ന കേസുകളും കാണും. പക്ഷേ എന്നാലും 3 മാസം കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ തന്നെ പറയും ഇപ്പോൾ അണ്ടർ കൺട്രോൾ ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ, അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വേണമെങ്കിൽ മെഡിസിൻ്റെ അളവ് ഞാൻ കുറയ്ക്കാം. അപ്പോൾ ഈ പേഷ്യൻസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വന്ന് ഇത് പറയുമ്പോൾ ഇത്രയും കാലം നമ്മൾ കൊടുത്തൊരു ട്രെയിനിങ്ങിനും നമ്മളവർക്ക് കൊടുത്തൊരു ഡയറ്റ് പ്ലാനിനും ഒക്കെ അപ്പോഴൊരു വാല്യൂ ഉണ്ടാവുന്നത്. പക്ഷേ ഇത് തിരിച്ചറിയണമെങ്കിൽ ഇതിൻ്റെ മുമ്പ് എന്തായിരുന്നു പിന്നീട് എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ. അതിൻ്റെ ഒരു ബ്ലഡ് റിപ്പോർട്ട് ഇല്ലാണ്ട് പറ്റില്ല.
നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം പാഷൻ വേഴ്സസ് പ്രൊഫഷൻ. പാഷൻ അപ്പം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പം മറ്റേതെന്ന് പറയുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാനത് പറഞ്ഞത്, ഞാൻ എന്തിനാ രാവിലെ എഴുന്നേറ്റ് ഞാനിപ്പോൾ ഒരു ലേഡീനെ രാവിലെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അവർ ഇൻസുലിൻ യൂണിറ്റൊക്കെ അവർ എത്രത്തോളം കുറച്ചെന്നറിയാമോ? കാരണം അവർ ആരോ പറയുന്നത് കേട്ടിട്ട് ഉണ്ടായിരുന്ന ഫുഡെല്ലാം കട്ട് ചെയ്ത് രാവിലെയും വൈകിട്ടും 2-3 മണിക്കൂർ നടക്കുകയാണ്. അത്രത്തോളം മസിൽ ലോസ് അവർക്കുണ്ടായത്. എന്നാൽ അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിൽ കാര്യം അവർ ഗ്ലൂക്കോ മോണിറ്റർ വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു മാറ്റമില്ല. രണ്ടാമത് ഈ പറയുന്നത് പോലെ എൻ്റെ ഒരു സുഹൃത്ത് റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ ഞാൻ അവരുടെ വില്ലേജ് പോയാൽ ഞാൻ അവരെ ട്രെയിൻ ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ 3-4 മാസമായി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ യൂണിറ്റ് അവർ എത്രത്തോളം കുറച്ചെന്ന് പറയുമ്പോൾ ഇൻസുലിൻ മാത്രമല്ല, അവർക്ക് എല്ലാ ഭക്ഷണവും അവർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അവർ ഭയങ്കര ഹാപ്പി. അവരുടെ മസിലിൻ്റെ വോളിയം കൂടി, അവരുടെ ഫാറ്റ് പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്നിട്ട് കഴിഞ്ഞ ബർത്ത്ഡേക്ക് മക്കളും ഹസ്ബൻഡെല്ലാം കൂടെ കൂടി ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സൊക്കെ അവർ ഇട്ട് നോക്കുമ്പോഴത്തേക്കും എൻ്റെ വേസ്റ്റ് ലൈൻ ഇത്രയും താഴെ വന്ന് വിജോബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സന്തോഷം, അതാണ് റിയലി പാഷൻ. ഈ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അമ്മ ഈ പറഞ്ഞ ഒരു ഷുഗർ ഉണ്ട്, ഇത് കഴിച്ചിട്ട് നോക്കൂല, നടക്കാൻ പറഞ്ഞാൽ നടക്കൂല, നിനക്ക് എന്താ പറയാ? അല്ല അതാ ഞാൻ പറഞ്ഞു, അത് ചുമ്മാ ലഡു ജിലേബിയൊക്കെ കഴിക്കും. ഷുഗറുള്ള ആളുടെ കാര്യമാണ് പറയുന്നത്. ഇല്ല, അപ്പം അത് അവർ കഴിച്ചാലും നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കി കറക്റ്റ്. എൻ്റെ അമ്മ 60 വയസ്സ് കഴിഞ്ഞു. ചില ദിവസങ്ങളിൽ വൈകുന്നേരം എൻ്റെ അമ്മ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രെയിൻ ചെയ്യുന്ന എൻ്റെ ബാക്കിയുള്ള ക്ലയൻസ് ഉണ്ട്, അതായത് ആണുങ്ങളായിട്ടുള്ളവർ. അപ്പോൾ അവർ ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് കോൺവെർസേഷൻ്റെ സമയത്ത് പറയും വൈഫിനെ കൊണ്ടൊന്ന് ജോയിൻ ചെയ്യിക്കണമെന്നുണ്ട്, പക്ഷേ ഭയങ്കര മടിയാണ്. മാത്രമല്ല 10-35 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനി ഇതൊക്കെ വേണോ എന്ന് ചോദിക്കും. ആ സമയത്തായിരിക്കും കൃത്യം മിക്കവാറും എൻ്റെ വൈഫിൻ്റെ കൂടെ ആയിരിക്കും അമ്മ മിക്കവാറും ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തായിരിക്കും എൻ്റെ അമ്മ അവിടെ ഉണ്ടാവും. അപ്പം ഞാൻ വെറുതെ കാണിച്ചു കൊടുക്കുന്നത് ആ നടക്കുന്നത് എൻ്റെ അമ്മയാണ്. 60 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും ഈ ജിമ്മിൽ ആഴ്ചയിൽ 3 ദിവസം വന്ന് പ്രോപ്പറായിട്ട് വെയ്റ്റ് ട്രെയിനിങ്ങും ബാക്കിയുള്ള ദിവസങ്ങളിൽ യോഗയും കാർഡിയോ എല്ലാം കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന കാരണം കൊണ്ട് എൻ്റെ പിള്ളേരോട് ഓടിച്ചാടി നടക്കുന്ന എൻ്റെ അമ്മ ഭയങ്കര സന്തോഷമായിട്ട് പിള്ളേരോട് കുസ്തി കളിക്കും. ഇത് ഇന്നലെ രാത്രിയും കൂടെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം പാട്ടൊക്കെ ഇട്ട് പിള്ളേരോട് ഡാൻസ് കളിക്കുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നതേ ഉള്ളൂ. എന്തുകൊണ്ടത് ചെയ്യാൻ പറ്റുന്നു? അവർ ഹെൽത്തി ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്തു. ഇതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാനായിട്ട് ഒരു ഏജോ അല്ലെങ്കിൽ സ്ത്രീകൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം തന്നെ പറയാറ്. പിന്നെ നമ്മുടെ ജിമ്മിൽ തന്നെ ഒരുപാട് ക്ലയൻസ് ഉണ്ട്, അറിയാവുന്നവർക്ക് അതറിയാം, അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. മറ്റു പലരും ഇപ്പോൾ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. പിന്നെ മമ്മൂട്ടി ഉദാഹരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, അയാൾ ഇപ്പം 72 വയസ്സായി. ഈ 72ാമത്തെ വയസ്സിലും ഈ കഴിഞ്ഞ ദിവസം കൂടെയൊക്കെ ഇൻസ്റ്റയിലിട്ടേക്കുന്ന ഫോട്ടോ കണ്ടാൽ നമുക്കിറങ്ങി ഓടാൻ തോന്നും. എങ്ങോട്ടാണ് ഈ മനുഷ്യൻ പോകുന്നതെന്നൊരു ചിന്ത വരെ നമുക്ക് വരും. അപ്പം ആൾക്കാർ വെറുതെ വേണേൽ നോക്കിയിട്ട് അങ്ങേരെ കുറേ കാശുണ്ടായ അതുകൊണ്ട് അയാൾക്ക് എന്തു ആവാന്ന് പറയും. അങ്ങേരെ കുറേ കാശുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഈ കാശുള്ള ആൾക്കാരെല്ലാം കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു 20 ദിവസം ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റിയാൽ മതി, അത്രേ ഉള്ളൂ എൻ്റെ ഫിറ്റ്നസ് ഗോൾ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. 30 വയസ്സുള്ള ആൾക്കാർ ഇരുന്ന് നിസ്കരിക്കുന്നവർ എനിക്കറിയാം, 35 വയസ്സുള്ള ഇരുന്ന് നിസ്കരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. എൻ്റെ അടുത്ത് വരുന്ന ഓരോ ക്ലയൻറ്റും അവരുടെ സങ്കടങ്ങൾ നമ്മളോട് പറയുമ്പോൾ അവർ പറയുന്ന കൂട്ടത്തിൽ പറയുന്ന കാര്യം ഇതാണ്, ചേട്ടാ എനിക്കൊന്ന് ഇരുന്ന് പ്രോപ്പറായിട്ട് ഒന്ന് നിസ്കരിക്കാൻ പറ്റിയാൽ മതി. അപ്പോഴാണ് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് ദ വേ മമ്മൂട്ടി ഈ ക്യാരി ഹിസ് ഫിസിക് അറ്റ് ദ ഏജ് ഓഫ് 72. പിന്നെ പലരും ഈ പറയുന്നത് പോലെ ഇതിങ്ങനെ എന്തോ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാരണം കൊണ്ടാണ്. അതിന് പകരം ഇതൊരു ലൈഫ് സ്റ്റൈലാക്കിയും കണ്ടാൽ മതി. അപ്പോൾ പിന്നെ ഈ പ്രശ്നമില്ല. അതുകൊണ്ട് കാണാറില്ല. അപ്പം പലരുടെയും ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളെ കാണുമ്പം പലരും പറയുന്നത് എന്താ, അവൻ്റെ ഇപ്പോൾ ഒരു നടീനെ കാണുമ്പം അല്ലെങ്കിൽ ഒരു നടനെ കാണുമ്പം അവരാ ഇൻഡസ്ട്രി നിൽക്കുന്ന കാരണം കൊണ്ട് അവർക്ക് അങ്ങനെ ഇരുന്നേ പറ്റൂ. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് അത്രത്തോളം ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം ഏജ് ആയാലും എനിക്ക് വരുന്ന കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് പറ്റണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണം എന്നുള്ള രീതിയിൽ കാണുന്നത് കൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം സ്ത്രീകളുടെ ഇടയിൽ വന്നിട്ടുള്ള ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ടോപ്പ് ക്ലാസ് ട്രാൻസ്ഫോർമേഷൻ ലോറിനാണ് റിമി ടോമിയുടെ. ഒന്നും പറയാനില്ല. അത് എത്ര പേർക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കും, എത്ര പേർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല എന്തൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയിപ്പോൾ ആ നിൽക്കുന്നത് പോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് റിമി ടോമിക്ക് പറ്റിയാൽ മതി. ഏറ്റവും വലിയ ഫിറ്റ്നസ് വിഷയം ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഫിറ്റ് ആണെന്നുള്ള ഒരു സാധനം. മാത്രമല്ല ഇത് നോക്കുമ്പം ഇപ്പം ഇങ്ങനെയുള്ളവർ ചെയ്യുമ്പോൾ ആൾക്കാർ പറയുന്നൊരു എക്സ്ക്യൂസ് എന്താണ്, അവളുടെ കാശുണ്ട്, അല്ലെ മമ്മൂട്ടിയുടെ ഇഷ്ടം പോലെ കാശുണ്ട്, അയാൾക്ക് എന്തു ആവും. അതല്ലല്ലോ കാശ്. എന്നാൽ പിന്നെ
മരിച്ചുപോയ രാകേഷ് ജുൻജുൻവാല. ഞാൻ കോർപ്പറേറ്റ് സെമിനാർ എടുക്കാൻ പോകുമ്പോൾ, ബിസിനസ്സുകാർക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു പോയിൻ്റാണ്. ഞാൻ ആക്ച്വലി ഇതിപ്പോൾ ഈ പോഡ്കാസ്റ്റ് വന്നതുകൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ തന്നെ ഒരു വീഡിയോ കട്ട് ചെയ്തിടാൻ വേണ്ടി ഇരുന്നതാണ്. രാകേഷ്